നമുക്ക് എല്ലാ ജോലിക്കും പോകുമ്പോ നിങ്ങളിപ്പോ രാവിലെ വരുമ്പോ അച്ഛനും കൂട്ടി വരും അല്ല. അപ്പൊ എങ്ങനെയാണ് എല്ലാവർക്കും അതിന് പറ്റുക? വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് ഇത് ഡ്രീം ചെയ്യാനോ? പറയുന്നത് എന്തായാലും സ്ത്രീകളൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ഒരു തൊഴിലെടുത്തിൽ പോകുമ്പോ ആരെങ്കിലും കൂട്ടിയിട്ട് പോകണം. അതായത് നമുക്ക് എവിടെയും പോയി മുള്ളിയും മൂക്കും പൊത്തി പിടിച്ച് നടക്കാം എന്നുള്ള പറഞ്ഞൊരു സമൂഹവും പൊതുവഴിയും പറമ്പും അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഒരു സൊസൈറ്റിയിൽ അത് അങ്ങനെ ആയിക്കൂടാ എന്ന് ചിന്തിക്കാത്തക്ക ശേഷിയുള്ള ആണുങ്ങളും ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കണേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ഹൈലി പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരാൾക്ക് ഒരു പാഷന്റെയും പുറകെ പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അത്രയ്ക്കും സ്ട്രെസ്സില്ല. നമ്മളെ വീട്ടിൽ നിന്ന് അത്രയ്ക്കും ഒരു 10 തലമുറയൊക്കെ ജീവിക്കാനുള്ള പണമുള്ളിടത്താണെങ്കിൽ നമുക്കൊക്കെ പിന്നെ പറയുന്ന എന്റെ കൂടെ അമ്മയും അച്ഛനും വരുന്നു എന്നൊക്കെ പറയുന്ന ഇതിനോടുണ്ടല്ലോ, അത് ഒട്ടും സെക്യൂർ അല്ലാത്തൊരു സ്പേസിനെ കുറിച്ച് പറയുന്ന ഒരു ടാഗാണ്. വെച്ചാൽ നമുക്ക് എല്ലാ ജോലിക്കും പോകുമ്പോ നിങ്ങളിപ്പോ രാവിലെ വരുമ്പോ അച്ഛനും കൂട്ടി വരും അല്ല. അപ്പൊ എങ്ങനെയാണ് എല്ലാവർക്കും അതിന് പറ്റുക? വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് ഇത് ഡ്രീം ചെയ്യാനോ? പറയുന്നത് എന്തായാലും സ്ത്രീകളൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ഒരു തൊഴിലെടുത്തിൽ പോകുമ്പോ ആരെങ്കിലും കൂട്ടിയിട്ട് പോകണം. നിങ്ങൾ ഒറ്റയ്ക്കാണോ പോണേ? അമ്മയും അച്ഛനും അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വേറെ ഏത് ജോലിക്ക് പോകുമ്പോഴാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒരു ഗാർഡിനെ കൊണ്ടുപോകാൻ പറ്റുക. അപ്പൊ ഈ ഒരു വർക്ക് കൾച്ചറും ഭയങ്കര മോശം. എന്നാൽ നമ്മൾ കൊണ്ടുപോകും. ഇപ്പൊ നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മൾ കൊണ്ടുപോയാൽ അവർ പറയും, ഓ അവരെ കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ, അവരോട് അച്ഛനും അമ്മയും മറ്റേ ജ്യൂസ് അടിക്കാൻ വേറെ ചേച്ചി ചേട്ടനൊക്കെ പറഞ്ഞു. അല്ല, അത് പക്ഷെ അവർക്ക് കുഴപ്പമില്ല. അത് ഈ ഹയർ സ്ട്രാറ്റയിൽ പെട്ട ഒരാള് അവര് ലിസ്റ്റ് കൊടുക്കും. അവരുടെ കൂടെ പേഴ്സണൽ മാനേജർ, ഹെയർ സ്റ്റൈലിസ്റ്റ്, ബ്യൂട്ടീഷ്യൻ, അവരുടെ ഈ ട്രെയിനർ, ഫിസിക്കൽ ട്രെയിനർ. അപ്പോൾ അവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞാൻ ആലോചിച്ചത്, ഈ അടുത്ത കാലത്ത് ഏതോ പഴയ ടോക്കാണ്, ഒരു പ്രൊഡ്യൂസർ, തമിഴ്നാട്ടിലെ ഒരു പ്രൊഡ്യൂസർ പറയുന്നത്, നമ്മൾ ഒരാൾക്ക് ജോലി എന്ന് പറയുമ്പോൾ കോടികൾ കൊടുക്കുമ്പോൾ പിന്നെ അവരുടെ കൂടെ വരുന്ന ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ഒരു സിനിമ ചെയ്യാനുള്ള കാശ് മാത്രം അതിൽ പോകും. അപ്പോൾ അവരൊരു 20 ദിവസം പണിയെടുക്കുമ്പോൾ അവരുടെ കൂടെ വരുന്ന ഒരാൾക്ക് വേണ്ടി തന്നെ 10 ആളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരുടെ കൂടെ തന്നെ ഒരാള് പ്ലസ് ആയിട്ട് ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ അയാളുടെ ചെലവുകൾ ഒരു എക്സ്ട്രാ ചെലവാണ്. അല്ല, ഇവിടെ ഇപ്പോൾ ഈ നടി ഇഷ്യൂവിന് ശേഷം ഉണ്ടായ, ഇവിടെ തന്നെ പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒരാളെ അവർക്ക് കൂട്ടാം. പക്ഷെ ആ കൂട്ടുന്ന ഒരാളെ അവരുടെ ചെലവുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് പ്രൊഡക്ഷനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പം ഞാനോ ദിവ്യ ആളുകളാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾ കൊടുക്കണം, പ്രൊഡക്ഷൻ കൊടുക്കില്ല. അപ്പം നമുക്ക് തന്നെ ഒരു ബാർഗൈനിങ് സ്പേസും ഇല്ല. അവർ പറയുന്നതിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ പണി കിട്ടുള്ളൂ. വിളിക്കുമ്പോൾ അതായത് നമ്മളൊരു വളരെ ഡീസൻ്റ് ആയിട്ടൊരു പേ പറയും, അത് കുറച്ച് കൂടുതലല്ലേ? കൂടുതലല്ല പറയാം. അയ്യോ ചേച്ചി, ഇത് ഒന്നാമത്തെ 20 കോടിയുടെയും 30 കോടിയുടെയും ബഡ്ജറ്റ് ആണെങ്കിലും നമ്മളോട് കഥ പറയുമ്പോൾ പ്രൊഡ്യൂസർ ആരാന്ന് പറയില്ല, നായകൻ ആരാണെന്ന് പറയില്ല. ആദ്യം തന്നെ പറയുന്നത്, അതെ ചേച്ചി നമുക്കൊരു ചെറിയ പടം പിടിച്ചു ചെയ്യുന്ന ഒരു ചെറിയ പടം. അങ്ങനത്തെ സിനിമകളും ഉണ്ടാവുന്നുണ്ട്, അങ്ങനത്തെ സിനിമകളും വരണം. അതിനകത്ത് നമ്മള് വളരെ കൂടെ നിൽക്കുന്നു. അല്ല, അങ്ങനത്തെ സിനിമകളാണ് നമുക്ക് കുറച്ചുകൂടി മര്യാദയുള്ള പേയ്മെന്റും തരുന്നത്, അറ്റ്ലീസ്റ്റ് അതാണ്. പക്ഷെ ഇങ്ങനെ വലിയ സ്റ്റാർ വാല്യൂ ഒക്കെ ഉള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പടത്തിൽ തന്നെ അവർ ആദ്യം തന്നെ വരിക, അവർ ചെറിയ പടം വെച്ച്, നമ്മൾ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ ജീവൻ വെച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളിതുപോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ സഹായവും സഹകരണവും ഒക്കെ വേണമെന്ന് അറിയാം. അപ്പം ഞാൻ അങ്ങനെ താമസിക്കാം, ഞാൻ ഇൻവെസ്റ്റർ ആവണമെന്ന് ചോദിക്കും. എന്താ ഉദ്ദേശിച്ച ഞാൻ ഇൻവെസ്റ്റർ ആവണമെന്ന് ചോദിക്കും. അത് നമുക്കറിയാം ഈ ടോൺ എന്താന്ന്. എന്നിട്ടുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ലൈഫ് ലൈൻ കാണിച്ച മാതിരിയാണ്. ജീവൻ പോയ ലൈഫ് ലൈൻ എങ്ങനെയായിരിക്കും തുടങ്ങി ഓടുന്ന ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫാണ്. അതിൻ്റെ താഴേക്കാണ് പിന്നെയും പോണത്, മൈനസിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് ഭയങ്കര സങ്കടം വരും. എന്നിട്ട് ഇത് തന്നെ നമുക്ക് തരുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ഇല്ല. അപ്പോൾ ഓക്കെ, നമ്മളും ഇത്രയും കാലമായിട്ട് പണിയില്ല എന്നത് എടുത്തു, കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല. രണ്ടാമത് ഒരു ടോക്കൺ അഡ്വാൻസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ബ്ലോക്ക് ആക്കും. പിന്നെ ഇവർ പറഞ്ഞ ദിവസം ഒന്നല്ല നമ്മൾ പണിയെടുക്കേണ്ടി വരുന്നത്. നമ്മൾ സപ്പോസ് അതൊരു 10 ദിവസത്തേക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 10 ദിവസം കഴിയുന്നത് 4 മാസം കൊണ്ടായിരിക്കും. അപ്പോൾ അതിനിടയിൽ ഏതെങ്കിലും വർക്ക് വന്ന് ഈ ഡേറ്റ് ക്ലാഷ് ആവും. അപ്പോൾ ആ വർക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർ ഡബ്ബിങ്ങിന് മുന്നാണ് ഇത് തരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 മാസം കൊണ്ട് 10 ദിവസത്തെ പണി തീരുകയും ഇതിൻ്റെ എല്ലാം കംപ്ലീഷൻ കഴിഞ്ഞ് അത് ഡബ്ബിങ്ങിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 8 മാസം എടുക്കും. അയ്യോ, 8 മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 10 ദിവസത്തെ കൂലി തരുന്നത്. അത് തന്നെ ചിലപ്പോൾ അവർ തരൂല്ല. ഡബ്ബിങ് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ച്
നമ്മളെ അറിയിക്കുക പോലും ഇല്ല. ഇനി മാത്രമല്ല നമുക്ക് ഇതിനകത്തൊരു ബാർഗൈനിങ് പൊട്ടൻഷ്യൽ ഇല്ല. അത് വളരെ നിർബന്ധപൂർവ്വം വാങ്ങിച്ചെടുക്കാനുള്ള ഒരു മിടുക്കില്ലെങ്കിൽ നമ്മൾ അവരുടെ ചേച്ചി തരാം ഒന്ന് ചെയ്യ് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് പോയി ചെയ്യും. പിന്നെ ഒരു ഫോൺ എടുക്കില്ല. അപ്പോൾ പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കുറച്ച് ആളുകൾ എന്നോട് പറയാണ് ഒരു കാരണവശാലും കാശ് അക്കൗണ്ടിൽ വരാതെ പോകരുത്. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന കാശ്, അപ്പോൾ ആ ബാക്കി വരുന്നതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഹാഫാണ്. അത് പറഞ്ഞതിൻ്റെ പകുതി കാശാണ് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഭീഷണിപ്പെടുത്തിയെടുക്കാം, വാങ്ങിച്ചെടുക്കാൻ പറ്റും? കോൺട്രാക്റ്റ് ഉണ്ടോ? അപ്പോൾ ഇത്തരം പരാതികൾ ഇപ്പോൾ സെക്ഷൽ അബ്യൂസ് വന്ന് നമുക്ക് വന്നിരുന്ന് പറയാം, ഇന്ന ആൾ ഇന്നത് ചെയ്തു എന്ന് പറയാം. പക്ഷെ ഇതിവിടെ ആരും റെസ്പോൺസിബിൾ ആവില്ല. മാനേജർ ഫോൺ എടുക്കില്ല, എക്സിക്യൂട്ടീവ് ഫോൺ എടുക്കില്ല, കൺട്രോളർ ഫോൺ എടുക്കില്ല. പിന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസറുടെ ഒന്നും നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവില്ല. ചിലപ്പോൾ പ്രൊഡ്യൂസർ ആരാണെന്ന് പോലും ഇതിന് ഫൈറ്റ് ചെയ്യാൻ പ്രിവിലേജും ഉണ്ടാവില്ല ചില മനുഷ്യർ. അല്ല അതിനുശേഷം ഇപ്പൊ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് അവരെ വിളിച്ച് ഈ പണം ബാക്കി സെറ്റിൽ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ പിന്നീട് അവരുടെ ഒരു പ്രോജക്റ്റിലും നമ്മൾ ഉണ്ടാവില്ല. നടക്കുന്ന അപ്പൊ ഇതാണ് പവർ. എങ്ങനെയാണ് പവർ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ താരങ്ങൾക്ക് മാത്രമല്ല, ഇത് ഡിസിഷൻ മേക്കർ പൊസിഷനിലിരിക്കുന്ന ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ പവർ ഗ്രൂപ്പ്. അത് മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ അത് കൃത്യമായിട്ട് തങ്ങളുടെ തൊഴിലാളികൾക്ക് കിട്ടി എന്ന് ഉറപ്പാക്കുന്നതിൽ ഇനി എംപ്ലോയർക്ക് തന്നെ ബാധ്യത വരണം. എംപ്ലോയർക്ക് ഇനി കൈയൊഴിയാൻ പറ്റില്ല. അത് എക്സിക്യൂട്ടീവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാനേജറുടെ കയ്യിൽ കൊടുക്കുക, കാഷ്യറുടെ കയ്യിലുണ്ട്, അങ്ങനെ കൈയൊഴിയാനുള്ള അവസരം എംപ്ലോയർക്ക് ഇനി ഉണ്ടാക്കരുത്. പിന്നെ ഈ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ നമുക്ക് അറിയാവുന്നൊരു സ്പേസിൽ പോയാൽ തന്നെ നമ്മളായിട്ട് ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തെന്ന് വെച്ചു താമസിക്കാൻ, അവിടെ തന്നെ നമ്മൾ സെക്യൂർ ആണെന്ന് പലവട്ടവും നമ്മൾ ആലോചിക്കേണ്ട ഒരു അവസ്ഥയിൽ നമ്മളൊരു വർക്കിന് പോകുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റും സപ്പോർട്ടിങ് ആക്ടേഴ്സും ആയിട്ടുള്ള ആളുകൾക്ക് രണ്ട് ക്യാരവൻ തന്നിട്ട് അതിനകത്ത് നിങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പം സഹകരിക്കുന്ന ആക്ടേഴ്സ് ഉണ്ടാവും, നമ്മൾ അതിനകത്ത് പോവുകയും ചെയ്യും. പക്ഷെ അത്രത്തോളം ഇപ്പം ഞാൻ ചെയ്ത സിനിമകളിൽ ഒരുപാട് ക്രൗഡുള്ള സിനിമകളിൽ അപ്പോൾ അവരോട് പറയും ആ മൂലയ്ക്ക് കാണുന്ന വീട്ടിലെ ആ വീട്ടിൽ നിങ്ങളൊന്ന് പോയി ചോദിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ADസിന്റെ ആരുടെയും കൂടെ നമ്മളെ വിടും. എന്നിട്ട് നമ്മൾ ചോദിക്കും, അപ്പോൾ ഒരു സ്ഥലം കാണിച്ചു തരും. ഇന്ന് നമ്മുടെ ഫോണൊന്ന് ഓപ്പൺ ചെയ്താൽ എവിടെയെങ്കിലും ഒന്ന് ചാരി വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളുള്ള ഈ ഒരു ഇതിൽ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ചോദിക്കുന്ന ഒരു വീട്ടിൽ പോയിട്ട് നമ്മൾ ഇപ്പം ആക്ച്വലി 3 കോടി 4 കോടി കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയിൽ നമ്മൾ പറയുന്നത് 100 പേര് വരുന്നുണ്ടെങ്കിൽ 100 പേർക്കും ടോയ്ലറ്റ് സൗകര്യം കൊടുക്കാനല്ല, ഒരു 20 എണ്ണം കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് എത്ര പേര് വരുന്നു അതിന് ആപേക്ഷികമായിട്ട് കൊടുക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അവർക്ക് സൗകര്യങ്ങൾ. ഇവര് കാണുന്നത് വേറെ തമാശ എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ പെണ്ണുങ്ങളെ എടുക്കാത്ത, ഞങ്ങൾ ആണുങ്ങളാകുമ്പോൾ എവിടെയും പോയി സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തൊരു ബോറ് വർത്താനം ഇത്. നിങ്ങളും അങ്ങനെയല്ല പറയണ്ടത്. ഇതൊക്കെ മൂത്രം ഒഴിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്വകാര്യമായി ചെയ്യേണ്ടത് തോന്നിയോടത്ത് ചെയ്യാൻ പാടില്ല. അല്ലല്ല അപ്പൊ നമ്മൾ ഒരു വെച്ചാൽ നമ്മളെ ഈ ഹൈജീൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന്റെയും കൂടി പ്രശ്നമാണ്. അതായത് നമുക്ക് എവിടെയും പോയി മുള്ളിയും മൂക്കും പൊത്തി പിടിച്ച് നടക്കാം എന്നുള്ള പറഞ്ഞ ഒരു സമൂഹവും പൊതുവഴിയും പറമ്പും അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാശ് പൊടിക്കുമ്പോൾ തന്നെയും ഈ ഒരു കൾച്ചർ മനുഷ്യരിലുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, തോന്നിയ സ്ഥലം അവരും ഗതികേട്. അപ്പൊ ഞാൻ അവരോട് തന്നെ പറയാം, നിങ്ങൾ പറയണം ഞങ്ങൾ അങ്ങനെ എല്ലായിടത്തും തോന്നിയ മതിൽ. ആക്ച്വലി ഞങ്ങൾക്ക് ഭയങ്കര ബോർ ഫീലിംഗ് ആട്ടോ നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് മതിലേക്ക് നോക്കി നിൽക്കുന്നത് യാത്ര അല്ല അപ്പൊ ഞാൻ ബോർ ഫീലിംഗ് അല്ല ഞാൻ പറയാം. അപ്പൊ ഞാൻ വെച്ചാൽ ഒരു ശുചിത്വ ബോധം ഒരു സൊസൈറ്റിയിൽ അത് അങ്ങനെ ആയിക്കൂടാ എന്ന് ചിന്തിക്കാത്തക്ക ശേഷിയുള്ള ആണുങ്ങളും ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കണേ. അവര് തന്നെ അതിൽ അഭിമാനിക്കുക. ഞാൻ പറയാം നിങ്ങൾക്ക് നാണക്കേട് തോന്നണം. നിങ്ങൾ പ്രാഥമികമായ ഒരു ആവശ്യം നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാന്നുള്ളതിൽ അഭിമാനമല്ല തോന്നേണ്ടത്. നമ്മൾ കുറച്ചും കൂടി പരിഷ്കൃത സമൂഹമാകുമ്പോ ഇതൊക്കെ വൃത്തിക്കും പഠിപ്പിനും ഹൈജീൻ. കാറിന് പോകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഇപ്പം നമ്മുടെ കൂടെയുള്ള ആണ് പറയും ദേ അവിടെ ഒരാൾ നിൽക്കുന്നു, അപ്പൊ നിങ്ങളിങ്ങനെ ഇതാണ് നമ്മുടെ അവസ്ഥ യാത്ര ചെയ്യുമ്പോ. അല്ല ഞാനതിനൊക്കെ ഗതികേടായിട്ടും മാത്രമല്ല ഒരു പരിഷ്കൃത സമൂഹത്തെ കുറിച്ച് ഭാവനയില്ലാത്ത ഒരു ലോകത്തിന്റെ നിസ്സഹായതയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പൊ ഞാൻ തന്നെ അവരോട് പറയും നിങ്ങൾ അങ്ങനെ കാണരുത്, മറിച്ച് നിങ്ങളും കൂടെ അത് പറയുമ്പോഴാണ് അതിനകത്ത് കുറെ അപ്പൊ അതാണ് ഞാൻ പറയാം. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് ശരി ശരിയുള്ള കാര്യമാണോ, കണ്ണി കണ്ടോരോ മതിലുമ പോലും മുള്ള അതല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളത് ഡിമാൻഡ് ചെയ്യണം. ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ വരണം. അല്ലാണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാന്നുള്ളത് പറയുമ്പോൾ അത് എന്തൊരു അപരിഷ്കൃതമായ ചിന്തയാണ്. അപ്പൊ ഇങ്ങനെ കൂടെ പറയുന്നത്. അപ്പൊ ഇതെനിക്ക് തോന്നുന്ന ഒരു മൊത്തത്തിൽ ഈ ശുചിത്വ ബോധത്തെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ കൺസെപ്റ്റുകൾ മാറേണ്ട കാലമായിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് ഇത് അഡീഷണൽ ബാധ്യത വരുന്നു എന്നൊക്കെ കാണുന്നത് തന്നെ ഒരു പരിതാപകരമായ കാര്യമാണത്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം സംഘടനകളുടെ എല്ലാം ആർഗ്യുമെന്റ്
ഇതൊക്കെയും 2017 മുമ്പുണ്ടായിരുന്ന സാഹചര്യങ്ങളാണ്, 2017 ശേഷം ഇത് മാറിയതാണ്. അത് ശരിക്കും മാറ്റം വന്നിട്ടുണ്ടോ? അപ്പൊ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇല്ലാന്ന് തന്നെയാണ്. അല്ല, ഇവരെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, നമുക്ക് 2017 നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോ കാലത്തിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മനുഷ്യരെ ഭക്ഷണത്തിൻ്റെ പുറത്ത് തല്ലിക്കൊല്ലുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഭരണകാലത്ത് പോലും അത് ചെയ്തിരുന്നില്ല. ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം അന്ന് ഇഷ്ടമുള്ള ഭക്ഷണം ആർക്കെങ്കിലും കഴിക്കാനുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. അങ്ങനെയാണെങ്കിൽ ഇന്നത് ശരിയാണോ? അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലുള്ള പ്രാക്ടീസുകൾ ശരിയല്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് നമ്മളതിനെ തിരുത്തി മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ കഴിഞ്ഞ കാലം ഇങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ സതി അനുഷ്ഠിച്ചിരുന്നത് ശരിയാണെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ ഇന്നും അത് ആ മനോഭാവങ്ങളുള്ള മനുഷ്യരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ പണ്ടുണ്ടായിരുന്നല്ലോ, എന്നാൽ പിന്നെ ഇതിപ്പോൾ എന്താ കുഴപ്പം നമ്മൾ ഇന്ന് ആരെങ്കിലും പറയും? അപ്പം ഞാൻ മനസ്സിലാ, മനുഷ്യൻ്റെ ജീവിതത്തിനോ സമൂഹത്തിനോ ഗുണപരമല്ലാത്ത ഒരു നടപടിക്രമങ്ങൾ ആര് ന്യായീകരിച്ചാലും അത് ശരിയല്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതല്ലാതെ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നില്ല. നമുക്ക് 1830 വോട്ടവകാശം സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ പുറത്ത് സ്ത്രീക്ക് അന്ന് ഉണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പം എന്തിനാ കൊടുക്കണമെന്നാണോ ചിന്തിച്ചേ? അല്ല. കോ എക്സിസ്റ്റ് ചെയ്യുന്ന മനുഷ്യർ എന്നുള്ള രീതിയിൽ അവരുടെ തീരുമാനങ്ങൾക്കും ഒരു വാലിഡിറ്റി വേണം. അത് ശരിയല്ലല്ലോ എന്ന് തിരിഞ്ഞിട്ട് നിയമം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ പല കാര്യത്തിലും നമ്മൾ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിനെ നവീകരിക്കാനുള്ള പ്രോസസ്സിലേക്കാണ് വരേണ്ടത്. അതല്ലാതെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ മോശം പ്രാക്ടീസുകൾ അതിനെ ന്യായീകരിച്ച് കളിപ്പിച്ചെടുത്ത് ഈ 21ാം നൂറ്റാണ്ടിലും അതിനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല.